എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്യാംരാജ് എന്നാണ്. ശ്യാംരാജ് തമലം എന്ന പേരിലാണ് ഈ നാളുകളിൽ അറിയപ്പെടുന്നത്. ഞാൻ ഈ നാളുകളിൽ ദക്ഷിണ കേരള മഹായിടവക വെങ്ങാനൂർ ഡിസ്ട്രിക്റ്റ് മംഗലത്ത് ഓണം ഇടവകയിലെ സഹശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ കേരള ഐക്യവൈദിക സെമിനാരി കണ്ണമ്മൂലയിൽ BD 4ാം വർഷ വിദ്യാർത്ഥിയായി പഠിച്ചു വരുന്നു. എൻ്റെ ജനനം എന്നത് നമ്മുടെ കാട്ടാക്കട ചെമ്പൂര്, വെള്ളറടയ്ക്കടുത്തുള്ള ചെമ്പൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ജനനം. അപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചിട്ടുള്ളത്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതായിട്ടുള്ള ഒരു ജീവിത പശ്ചാത്തലമാണ് കുഞ്ഞിലെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നത്. കുടുംബം മുഴുവനായിട്ടും ഒരു കാത്തലിക് പാരമ്പര്യത്തിലാണ് അവരുടെ ആരാധനകളും ശുശ്രൂഷകളും ഉണ്ടായിരുന്നതെങ്കിലും ഞാനും കുഞ്ഞുനാളിലെ എൻ്റെ ആരാധനകളിലൊക്കെ പങ്കെടുത്തിരുന്നത് അങ്ങനെ ഒരു ട്രഡീഷനിൽ തന്നെയാണ് പങ്കെടുത്തിരുന്നത്. കൃത്യമായിട്ട് മുടങ്ങാതെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ നിമിത്തം ഒരു കാരണവശാലും മുന്നോട്ട് പോകുക ഇത്തിരി വളരെ പ്രയാസകരമായിരുന്നു. അതായത് എൻ്റെ പപ്പ നല്ല ഒരു മദ്യപാനിയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാനായിട്ട് ശ്രമിക്കുന്നത്, മദ്യപാനത്തിൽ ഓസ്കാർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എൻ്റെ പിതാവിനായിരിക്കും ആദ്യം കിട്ടുക. അപ്പോൾ നിരന്തരം മദ്യപാനത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഇഷ്ടം പോലെ അനുഭവിച്ച ആളാണ് ഞാൻ. അതായത് അതിൻ്റെ പരിണിത ഫലമായിട്ട് അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഓലമേഞ്ഞതായൊരു കുഞ്ഞു വീടുണ്ട്. അപ്പോൾ ആ വീടിനെ അദ്ദേഹം മുഴുവനായിട്ട് കത്തിച്ചത് വരെ ഇന്ന് എൻ്റെ ആ കുഞ്ഞു ഓർമ്മയിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. അതുമാത്രമല്ല, അതിൻ്റെ ലഹരിയിൽ എൻ്റെ സഹോദരിയെ എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുക, അതുപോലെ മദ്യപിക്കാൻ കാശില്ലാതെ എന്നെ കൊണ്ടുപോയി ഷാപ്പിൽ കൊണ്ടുപോയി വിൽക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അന്ന് അഭിമുഖീകരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമാണ്, വളരെ പ്രയാസമാണ്. അങ്ങനെ ഇരിക്കെയാണ് എൻ്റെ വലിയമ്മ, അമ്മയുടെ ചേച്ചി, യാദൃച്ഛികമായിട്ട് വീട്ടിൽ വന്ന സമയത്ത് ചോദിക്കുകയാണ്, ഞങ്ങളുടെ കൂടെ വരുന്നതെന്നൊരു ചോദ്യം ചോദിച്ചു. എൻ്റെ ആ കുഞ്ഞു മനസ്സിൽ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് ദൈവം നൽകിയതായിട്ടുള്ള ചിന്ത തന്നെയാണെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഞാൻ പറഞ്ഞു, ഞാനും വരുന്നു. എന്നാൽ ഇവിടെ ഇങ്ങനെയുള്ള ഭയങ്കര പ്രശ്നം അഭിമുഖീകരിക്കുന്നതിനേക്കാളും എവിടെയെങ്കിലും സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അങ്ങനെ മാറാമല്ലോ എന്ന് കരുതിയിട്ട് എൻ്റെ 2.5-3 വയസ്സാണ് ആ സമയമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വലിയമ്മയുടെ കൂടെ ഞാൻ എൻ്റെ ഇന്ന് താമസിക്കുന്നതായ എൻ്റെ തമലം എന്ന് പറയുന്ന ദേശത്തേക്ക് വന്നു. യഥാർത്ഥത്തിൽ അന്നു മുതലാണ് ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടാകുന്നത്. ഇന്നും അറിയപ്പെടാനും ഏറെ ആഗ്രഹിക്കുന്നതും ആ ഒരു ഐഡൻറ്റിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഒരു സ്വന്തം അമ്മയുമുണ്ട്, പിന്നെ എനിക്ക് തൊട്ട് എന്നെ വളർത്തിയതായ എൻ്റെ വളർത്തമ്മയുണ്ട്. അങ്ങനെ ഇവരുടെ പരിചരണം ഏറ്റാണ് പിന്നീട് അങ്ങോട്ട് മുമ്പോട്ടുള്ള കാലങ്ങളിലെല്ലാം മുന്നേറുന്നത്. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസത്തിനൊന്നും യാതൊരു കുറവും എന്നെ വളർത്തിയ എൻ്റെ വലിയമ്മയും വലിയച്ഛനും, അതായത് എൻ്റെ പപ്പയും അമ്മയും യാതൊരു കുറവും അവർ വരുത്തിയില്ല. ത്രിവിക്രമംഗലം LPS സ്കൂൾ തമലം, അവിടെയാണ് എൻ്റെ പ്രാഥമികമായ വിദ്യാഭ്യാസമൊക്കെ ചെയ്തത്. പക്ഷെ അവിടെ നിന്ന് എന്ത് ഇഷ്യൂ ആയിട്ടാണോ ഞാൻ ഇങ്ങോട്ടേക്ക് വലിയമ്മയുടെ കൂടെ വന്നതെങ്കിൽ ഇതിനേക്കാളും ഭീകരമായ പ്രശ്നമാണ് ഈ വന്ന സ്ഥലത്ത് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നത്. അവിടെ ഒട്ടും നിൽക്കാൻ പറ്റാത്തതായ അവസ്ഥ. പക്ഷെ എന്നിരുന്നാലും വളരെ കഷ്ടപ്പെട്ട് ഞാൻ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിച്ചു എന്ന് തന്നെ പറയാം. എൻ്റെ അമ്മുമ്മ, എൻ്റെ അമ്മച്ചി അന്നുണ്ടായിരുന്നു. അമ്മച്ചി പറയും, നീ നല്ലൊരു നിലയിലെത്തും, ഇത് പ്രശ്നങ്ങളൊക്കെ മാറും. പക്ഷെ അതിലൊന്നും കുട്ടിത്തത്തെ എങ്ങനെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ കുഞ്ഞിലെ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. സ്വന്തം ഇടത്തേക്ക് പോയാൽ അവിടെ പ്രശ്നം, എന്നാൽ വന്നിടത്ത് അല്പം കെയറിങ് കിട്ടുമെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതും ഒട്ടും തന്നെ ഇല്ല. അങ്ങനെ മുന്നേറുന്ന സമയമാണ് എൻ്റെ ഇടവക. അങ്ങനെയാണ് ഞാൻ കരമന തമലം ഇടവകയിലെ അംഗമായി തീരുന്നതും അവിടെ എല്ലാ
പരിപാടികളിലും വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നത്. എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്. വളരെ മുൻപന്തിയിൽ തന്നെ നിൽക്കാനായിട്ട് പരമാവധി ശ്രമിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇടവകപരമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ക്രമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇങ്ങനൊരു ചിന്തയൊന്നും എന്നിൽ ആദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യം എങ്ങനെയെങ്കിലും വയറ് നിറയണം, എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം, ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ആരും ഒരു വൈദികനാക്കാമെന്ന് നേർച്ചയെ നേർന്നിട്ടില്ല. അങ്ങനെ പഠിക്കുക, വലിയൊരു എയിമൊന്നുമില്ല. ഒരു ഗോൾ സെറ്റിങ്ങോ ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള വലിയൊരു സ്വപ്നം കാണുക, അങ്ങനെയൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ പപ്പയ്ക്കും അമ്മയ്ക്കും കൃഷിയായിരുന്നു അവരുടെ ജോലി. അപ്പോൾ വയലിൽ അവരോടൊപ്പം വളരെ കഠിനമായിട്ട് അധ്വാനിക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. അവനെ അവർ തരുന്ന ഏത് ടാസ്കും സ്വീകരിക്കുക, അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയമാണ്. അങ്ങനെ പഠിക്കാനായിട്ടൊക്കെ നന്നായിട്ട് ശ്രമിച്ചു. എന്നാലും ഒരുപാട് പരാജയങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിലും പിന്മാറിയില്ല. പഠിച്ചു. അത്യാവശ്യം നല്ല മാർക്കോടുകൂടെ തന്നെ SSLC ഒക്കെ പാസ്സായി. അങ്ങനെ ഇരിക്കുകയാണ് 8ാം ക്ലാസ് തൊട്ടേ ഞാൻ NCCയിലൊക്കെ വളരെ സജീവമാണ്. NCCയിലൊക്കെ വളരെ സജീവമാണെങ്കിലും അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു നല്ലൊരു പട്ടാളക്കാരനായാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായി. അപ്പോൾ അങ്ങനെ NCCയിൽ നിന്നാൽ അങ്ങനെ ബെനിഫിറ്റ് ഉണ്ടെന്നൊക്കെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ ആ വഴിക്ക് തന്നെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തോന്നി, എന്തിനാണ് വെറുതെ നല്ല പ്രായത്തിൽ വെടിയുണ്ടൊക്കെ മരിക്കുന്നത്, പകരം എന്ത് ചെയ്യാം, മറ്റൊരു ഓപ്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു ലോയറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് ഒരു ചരിത്രത്തെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും ഒരു അവയർനെസ് ഉണ്ടാകണമെന്ന് കുറച്ച് അഡ്വൈസ് കിട്ടിയായിരുന്നു. അതനുസരിച്ച് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്തു. അങ്ങനെ പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ടും അതിലും ഒട്ടും തൃപ്തനായില്ല. ഏകദേശം 1.5 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോയി പ്രിൻസിപ്പലിനെ പോയി കണ്ടിട്ട് പറഞ്ഞു, ടീച്ചർ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഗ്രൂപ്പ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരണം, ഇത് തുടരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചറിനെ ഒരുപാട് ഷൗട്ട് ചെയ്തു. ആദ്യമേ പറഞ്ഞതല്ലേ, മാറ്റിയെടുക്കണ്ടേ. അപ്പോൾ എനിക്ക് അവസാനം ഒരു കണ്ടീഷൻ വെച്ചത്, ആരെങ്കിലും അപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തിരിച്ചിങ്ങനെ ഒരു ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മറ്റ് ക്ലാസ്സുകളിലൊക്കെ പോയി ചോദിച്ചു. അങ്ങനെ ഒരു സുഹൃത്ത് പറഞ്ഞു ഞാൻ മാറാമെന്ന് പറഞ്ഞു. അങ്ങനെ ബയോളജി സയൻസ് പഠിച്ച് ഞാൻ മുന്നേറി. അങ്ങനെ മുന്നോട്ട് യാദൃശ്യം വയ്ക്കുന്ന സമയത്താണ് ഇവിടെ എൻ്റെ വളർത്തച്ഛനായ എൻ്റെ പപ്പയ്ക്ക് ശാരീരികമായ രോഗമൊക്കെ വരുന്നത്. അദ്ദേഹത്തിന് ക്യാൻസറിൻ്റെ സ്റ്റേജൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസറിൻ്റെ സ്റ്റേജൊക്കെ ആയി അങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള വളരെയധികം കൺഫ്യൂഷനായി ജീവിതത്തിൽ. BSc കെമിസ്ട്രിക്ക് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിലെല്ലാം അഡ്മിഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. എന്നാൽ ക്ലാസ്സിന് പോകാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ എനിക്ക് പിന്നെ മുന്നോട്ട് പോകാനായിട്ടുള്ള വഴിയെന്ന് പറയുന്നത് ഉപജീവനവും പഠനം തന്നെയാണ്. അങ്ങനെ ഞാൻ ഉപജീവനത്തിന് യാത്ര തുടങ്ങി. യഥാർത്ഥത്തിൽ ഉപജീവനം അപ്പോഴല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, 8ാം ക്ലാസ് തൊട്ടാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. 8ാം ക്ലാസ്സിൽ വെൽഡിംഗ് ആണ് എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. ആദ്യത്തെ ശമ്പളം 10 രൂപ. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അത് തുടർന്നുകൊണ്ട് വെക്കേഷൻ ടൈമിലും കിട്ടുന്ന ടൈമിലൊക്കെ അവിടെ പോവുക, ജോലി ചെയ്യുക, കിട്ടുന്ന പൈസ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കുക. ഇങ്ങനെയാണ് ലൈഫ് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോലി, അതിന് കൃത്യമായിട്ട് പ്രവേശിക്കുന്നത് എൻ്റെ +2 എക്സാം എന്നാണോ കഴിയുന്നത് തൊട്ടടുത്ത ദിവസം. ഒരു മാർക്കറ്റിങ്ങിൽ സെയിൽസ് ബോയ് ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത്. അതിലൂടെ ഞാൻ യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്തിട്ട് ഡിഗ്രി കൂടെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ എൻ്റെ പഠനം ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയി. അപ്പം അതിനു മുമ്പേ ഒരുപാട് സ്ട്രഗിളുകൾ അനുഭവിച്ചു. കാരണം ഒരുപാട് ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ ബിൽഡിംഗ് പണിയൊക്കെ പോയിട്ട് ഒരു ശരത്തൊക്കെയും അതൊക്കെ ഭയങ്കര ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ആയിരിക്കും. രാത്രിയൊന്നും ഉറങ്ങാനൊന്നും പറ്റില്ല, കണ്ണൊക്കെ ഭയങ്കര വേദന, അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളായി. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും പഠിച്ചു. ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ പഠിച്ചു, മുന്നോട്ട് പോയി. അങ്ങനെ അവിടെ നിന്നിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത്. എന്തായാലും ദൈവം ഇതുവരെ എത്തിച്ചു, ഇനി എന്ത് ചെയ്യാം, ഇനി മുന്നോട്ട് പോകണമോ അതോ വേറെ ഏതെങ്കിലും ജോലിക്ക് ശ്രമിക്കണമെന്നോ ചോദിച്ചു. അപ്പോൾ എൻ്റെ എല്ലാവരും പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നീ PSCക്ക് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ PSC പഠിക്കാനായിട്ട് തീരുമാനിച്ചു. കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല, അല്ലാതെ PSCക്ക് പഠിക്കുക.
അങ്ങനെ PSCക്ക് പഠിച്ച് പരീക്ഷ എഴുതാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പരീക്ഷയ്ക്ക് പോയി. 2 പരീക്ഷയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്. 2 പരീക്ഷയ്ക്ക് പോയെങ്കിലും ഈ 2 പരീക്ഷയ്ക്കും എന്നെ കൃത്യസമയത്ത് ദൈവം എത്തിച്ചില്ല എന്ന് പറയുന്നതാകും ശരി. പക്ഷെ പിന്നീട് അതിൻ്റെ ആൻസർ കീയും അതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ കാണിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് കണ്ണ് നിറഞ്ഞു പോയി. ഏകദേശം എനിക്ക് ജോലി സാധ്യത 100% ഉറപ്പിക്കുകയായിരുന്നു. കാരണം അത്രമാത്രം ഞാനത് ഹാർഡ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് വീണ്ടും ഇങ്ങനെ അവസരത്തിൽ പെരുവഴിയിൽ എൻ്റെ വണ്ടിയായി. പരീക്ഷയൊക്കെ തീർന്നിട്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. അപ്പം ഇങ്ങനെയുള്ള ചില നിമിത്തങ്ങൾ വന്നപ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥനയോട് തീരുമാനമെടുത്ത്, ദൈവമേ, ഒരുപക്ഷെ ഇങ്ങനെയുള്ളൊരു മേഖല നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന സ്ട്രഗിളായിരുന്നു ഓരോ നിമിഷവും ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ദൈവവിളി ഉണ്ട്, അല്ലെങ്കിൽ ജോലിയൊന്നുമല്ല എന്നെൻ്റെ എക്സ്പീരിയൻസ് എന്നെ പഠിപ്പിക്കുമ്പോഴും ഞാൻ എടുത്തിരുന്ന ഒരു തീരുമാനം, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള മേഖല വേണ്ട. അതായത് എന്ത് തന്നെ വന്നാലും, ഭൂലോകം ഇടിഞ്ഞ് മറിഞ്ഞാലും ശരി തന്നെ, ഈ ഒരു വൈദികത എന്ന ആ ഒരു മേഖലയിലോട്ട് പോകുന്നില്ല എന്ന് പൂർണ്ണമായിട്ട് ഞാൻ തീരുമാനിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ യാദൃച്ഛികമായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായിട്ട് ഞാൻ വിശേഷിപ്പിക്കുന്ന സ്നേഹമുള്ള അനിൽകുമാർ എന്ന പ്രിയ ചേട്ടൻ, അപ്പോൾ പുള്ളി അന്ന് ഞങ്ങളുടെ സമയത്ത് VBS നടക്കുകയാണ്, വെക്കേഷൻ ബൈബിൾ സ്കൂൾ നടക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് പാടാനൊക്കെയുള്ള കഴിവുണ്ടല്ലോ, എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുന്നതല്ലേ, കുഴപ്പമില്ല, വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോവുകയാണ്. അപ്പോൾ അത് ഒരാഴ്ച പോയി. പിന്നെ വീണ്ടും അടുത്ത ആഴ്ചയിൽ കൂടെ എന്നെ കൊണ്ടുപോയി. തൊട്ടടുത്ത ആഴ്ച അദ്ദേഹത്തിന് ചെറിയ അസൗകര്യം കാരണം വരാൻ പറ്റിയില്ല. എന്നോട് ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാനായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ നോക്കി. പിന്നെ ഞാൻ പോലും അറിയാതെ എന്നിൽ ആ ഒരു വലിയൊരു താല്പര്യം ഉടലെടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എന്നോട് പുള്ളി തന്നെ ചോദിച്ചു, നിനക്ക് ഒരു ശുശ്രൂഷകനായിട്ട് നിന്നുകൂടെ? ഞാൻ പറഞ്ഞു, അണ്ണാ, എന്നെക്കൊണ്ടത് പറ്റുമോ? എനിക്കതറിയില്ല. കാരണം എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഞാൻ വന്ന അവസ്ഥ ഇങ്ങനെയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുമില്ല. ഇവിടുത്തെ വീട്ടിൻ്റെ അവസ്ഥയാണെങ്കിൽ അതങ്ങനെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ പരിതാപമാണ്, അറിയാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അണ്ണൻ പറഞ്ഞു, കൂടെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എനിക്ക് അന്ന് നല്ലൊരു പിന്തുണ തന്നു. അതുപോലെ തന്നെ ജേക്കബ് അങ്കിള്. അപ്പോൾ ഇവർ 2 പേരും എനിക്ക് നല്ലൊരു പിന്തുണ തന്നു. അങ്ങനെ വൈക്കൽ എന്ന് പറയുന്ന ഇടവകയിലാണ് ആദ്യമായിട്ട് ഒരു ശുശ്രൂഷ അർപ്പിക്കാനായിട്ട് ഒരു വോളണ്ടിയർ വർക്കറിനെ പോലെ ഞാൻ പോകുന്നത്. ആ സമയത്തെല്ലാം എൻ്റെ ജോലി ഞാൻ വിട്ടിട്ടില്ല. ഞാൻ ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുക. ജോലി, പഠനം, എൻ്റെ അന്നത്തെ ആ സുവിശേഷ വേല, അങ്ങനെ ഇത് 3ഉം ഞാൻ ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ നിന്ന് 1 വർഷം കഴിഞ്ഞിട്ട് 4 വർഷം രാമപുരം എന്ന് പറയുന്ന ഒരു ഇടവകയിൽ ഇതുപോലെ വോളണ്ടിയർ ശുശ്രൂഷകനായിരുന്നു. തുടർന്നൊരു 4 വർഷം മുള്ളുവിള എന്നുള്ള ഇടവകയിൽ ശുശ്രൂഷകനായിരുന്നു. ഈ കാലയളവിൽ എനിക്ക് പഠിക്കണമെന്നുള്ളതായ അതിയായ ആഗ്രഹം ഉളവെടുത്തു. ഈ ശുശ്രൂഷയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞൊരു പ്രധാന കാര്യമാണ് പഠിക്കണം, പഠിച്ച് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഞാൻ സത്യത്തിൽ ആദ്യമൊക്കെ അതിനെ എതിർക്കുമായിരുന്നു. കാര്യം ഞാൻ നിലവിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോലിയും ഈ ഒരു സുവിശേഷമായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, പിന്നെ പഠിക്കാൻ പോവുക, അങ്ങനെ ഒരു വ്യൂവിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ദൈവവചനം പ്രഘോഷിക്കുവാനും ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കുറേയധികം വായിക്കാനും കുറേയധികം എഫേർട്ട് ഇടാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ ശ്രമിച്ചപ്പോൾ കാര്യങ്ങൾ കുറേയധികം അറിയണമെന്ന് മനസ്സിലായി. അങ്ങനെ പഠിക്കാമെന്ന് തീരുമാനിച്ചു. ആദ്യത്തെ ഘട്ടത്തിലെ പഠനം പൂർത്തീകരിച്ചു. വീണ്ടും പഠനത്തിലായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ
പിന്നീട് എനിക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്വന്തമായിട്ട് ഞാൻ ഒരുപാട് ആർജിക്കാനും ഇതിൻ്റെ ഇടയിൽ ശ്രമിച്ചു. ഒരു സമയത്ത് ഇതൊന്നും വേണ്ട, കാരണം എന്നെ ഇത്രയധികം ബുദ്ധിമുട്ടിച്ചതായ ദൈവം, എന്നെ ഇത്രയധികം വേദനിപ്പിച്ചതായ ദൈവം എന്നെ പല സ്ഥലങ്ങളിലേക്ക് ഓട്ടിച്ചു, എന്നെ അവസാനം ഒരു ഇതുമില്ലാതെ എത്തിച്ചു. പിന്നെ എന്തിനാണ് ഈ ദൈവത്തെ സേവിക്കുക? ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്നിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ. അതായത് പല കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കർത്താവ് അതിൽ നിന്നെല്ലാം എന്നെ മോചിപ്പിച്ച് എന്നെ ഇന്നും ഈ ശുശ്രൂഷയുടെ മേഖലയിൽ എന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പൂർണ്ണമായിട്ടത് തിരിച്ചറിയുകയാണ്. കാരണം വേദപുസ്തകത്തിൽ, പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ സംഭവം വളരെ കൃത്യമാണ്. മോശ എന്ന് പറയുന്ന ഒരു നേതാവിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് മോശയുടെ അമ്മ ആ കുഞ്ഞിനെ ഒരു പെട്ടകത്തിലാക്കി വെള്ളത്തിലൂടെ ഒഴുകി വിടുന്നു. പിന്നെ ഒരു രാജകുമാരി വന്ന് ഈ കുഞ്ഞിനെ കാണുന്നു, ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ദൈവത്തിന് വലിയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കാരണം ആ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമായിരുന്നു. ആ കുഞ്ഞിനെ നദിയിലൂടെ ഒഴുക്കിക്കൊണ്ട് പോകുമ്പോൾ പ്രശ്നം കൂടാതെ ഫറവോൻ്റെ പുത്രിയുടെ കയ്യിൽ, ശത്രുവിൻ്റെ പുത്രിയുടെ കയ്യിൽ തന്നെ എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം ദൈവത്തിനുണ്ടായിരുന്നു. കാരണം അത് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന് തീർച്ചയായിട്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കുഞ്ഞിലെ ഇത്രയും സ്ട്രഗിൾ അനുഭവിച്ചത്, കുഞ്ഞിലെ ഇത്രയും വേദന അനുഭവിച്ചത്, അതായത് ഒരു രക്ഷകർത്തൃത്വം എന്നുള്ള ഒരു നിലപാടിൽ എനിക്കൊരിക്കലും ആ ഒരു ശൈലിയിൽ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ആ ഒരു കീഴ്വഴക്കത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. മൊത്തം ഡിസോർഡറായിരുന്നു ജീവിതം മുഴുവനും. അപ്പോൾ അതിൽ നിന്നൊക്കെ ദൈവം ഓരോ മുഖാന്തരങ്ങളിലൂടെ ഓരോരുത്തരെ എത്തിച്ച് എന്നെ ഈ നില വരെ എത്തിച്ചു. അപ്പോൾ ഞാനതിൽ കാണുന്ന ദൈവനിയോഗം എന്നത് ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഇന്നും അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് പറ്റുന്നുണ്ട്. എൻ്റെ മിനിസ്ട്രിയിലൂടെ ആണെങ്കിലും ഇന്ന് ഒരുപാട് വേദികളിൽ, ഒരുപാട് ശുശ്രൂഷകളിൽ എനിക്ക് ആയിരിക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഞാൻ അവിടേക്ക് പോകുമ്പോഴും അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുമ്പോഴും, അവർക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോഴും, അവർക്ക് നല്ല ഏതൊരു വചനം പറഞ്ഞു കൊടുക്കുമ്പോഴും ഞാൻ മനസ്സിൽ കാണുകയാണ്, ഇത് എൻ്റെ ദൈവനിയോഗം തന്നെയാണ്. ഇതാണ് ദൈവം എന്നിൽ ഏൽപ്പിച്ചിരുന്നതായ വലിയൊരു നിക്ഷേപം എന്നത്. അപ്പോൾ ഇത് മാറി എങ്ങനെയൊക്കെ പോയാലും ഒന്നും ഒരിടം എത്തുകയില്ല. അപ്പോൾ ഇത് ദൈവം എനിക്ക് ദാനമായി നൽകിയ ഒരു ജീവിതമാണ്. ഇത് ഈ വലിയവനായ ദൈവത്തിൻ്റെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണ്. ജോലി ഇടയ്ക്ക് വെച്ച് രാജിവെച്ചു. ഞാൻ ലാസ്റ്റ് VVD എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ ASM ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ടാണ് പഠിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ജോലി പൂർണ്ണമായിട്ട് റിസൈൻ ചെയ്തത്. ഞാൻ റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരെ പല പല മേഖലകളിൽ ജോലിക്ക് കയറ്റി വിടാനും സാധിച്ചു. ഇന്ന് എനിക്ക് ഒരുപാട് വിളികളൊക്കെ വരുന്നുണ്ട്. എങ്കിലും ഇന്ന് ഈ ഒരു ശുശ്രൂഷയിൽ, ഒരു മുഴുസമയ സുവിശേഷ വേലയിൽ ഇവിടെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇന്നും തരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പപ്പ കുഞ്ഞിലെ, യഥാർത്ഥ അച്ഛന് കുഞ്ഞിലെ മരിച്ചു. യഥാർത്ഥത്തിൽ അത് ഉപേക്ഷിച്ചു പോയി. പിന്നീട് ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അറിയുന്നത് പുള്ളി മരിച്ചുപോയി എന്ന് അറിയുന്നത്. വളർത്തച്ഛനും മരിച്ചുപോയി. ഇന്ന് എനിക്കൊരു അമ്മയുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ദൈവവേലയിൽ സമൃദ്ധമായിട്ട് അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ദൈവവിളി എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ എനിക്ക് ഏറെ ഇഷ്ടം. അങ്ങനെ പറയാനാണ് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നത്. ദൈവവിളി ഇല്ലാത്തതായിട്ട് ഈ ലോകത്തിൽ ആരും തന്നെയില്ല. പക്ഷേ അത് എന്താണ്, ഏതാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ദൈവവിളി തിരിച്ചറിഞ്ഞതെന്ന് ഈ ഒരു ക്രൈസിസിലൂടെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ പിന്നെ ഞാൻ ടെസ്റ്റ് എഴുതുന്നു, എനിക്കതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുകയാണ്,
എൻ്റെ നിയോഗം എന്ന് പറഞ്ഞ ഇതാണ്, ഞാൻ അങ്ങോട്ട് മാറുക. എല്ലാവരിലും ഈ ഒരു നിയോഗമുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിലൊരു ശുശ്രൂഷകനായിട്ട് ഒരുപാട് പേരെ സേവിക്കാനായിട്ടുള്ളൊരു നിയോഗമാകാം. അല്ല എങ്കിൽ മറ്റൊരു ദൈവവിളി ഒരു ജോലിക്കാരനായി, അല്ലെങ്കിൽ ആസ് എ ഗവൺമെൻറ് എംപ്ലോയി, ആസ് എ പ്രൈവറ്റ് എംപ്ലോയി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കാറ്റഗറിയിൽ ഒരു ജോലിയിൽ നിന്നിട്ട് ആ ജോലിയിൽ സത്യസന്ധരായിരിക്കുക, ജോലിയിൽ നീതി പുലർത്തുക, നന്മയുള്ളവരായി ജീവിക്കുക. കുറച്ചുകൂടെ അതിനെ പോളിഷ് ചെയ്ത് പറഞ്ഞാൽ പച്ചയായ മനുഷ്യനായി ജീവിക്കുക. ഈ ഒരു കാഴ്ചപ്പാട് എല്ലാ മനുഷ്യനിലുമുള്ള ദൈവവിളിയാണ്. പലപ്പോഴും ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരു വൈദികനാകുക എന്ന ഒരു ദൈവവിളിയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദൈവവിളിയാണ് ശരിയായ മനുഷ്യനായി ജീവിക്കുക എന്നുള്ളത്. അവിടെ മതമല്ല, ജാതിയല്ല, വർണ്ണമല്ല, വർഗമല്ല, വിഭാഗ വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത ഒരു പച്ചയായ മനുഷ്യൻ. ഈ തിരിച്ചറിവ് വലിയൊരു ദൈവവിളിയാണ്. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു ആതുര ശുശ്രൂഷ മേഖലയായിരിക്കാം. ചിലപ്പോൾ സപ്പോസ് ഒരുപക്ഷെ ഒരു ഡോക്ടറായിരിക്കാം, നേഴ്സായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മേഖലയായിരിക്കാം. അപ്പം അവിടെ അവൻ്റെ മേലുള്ള അല്ലെങ്കിൽ ആ ഡോക്ടറുടെ മേലുള്ള ദൈവവിളി എന്നത് ഈ വരുന്നവരെ മാക്സിമം നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നാണ്, ചികിത്സിക്കുക എന്നുള്ളതാണ് ആ ദൈവവിളി. ഇനി ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിനുള്ളതായ ദൈവവിളി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, തൻ്റെ മുമ്പിൽ വരുന്ന ഒരുപാട് സാധുക്കളായ ജനങ്ങളുണ്ട്, അവരെ പരമാവധി ഹെൽപ്പ് ചെയ്യുക. ഇതാണ് ആ വ്യക്തിയുടെ മേലുള്ള ദൈവവിളി എന്നത്. ഇനി പലതരത്തിലുള്ള പ്രൈവറ്റ് ജോബ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ വർക്കിനെ ഒരു ആരാധനയായിട്ട് കാണുക, അത് അവരിലുള്ള ഏറ്റവും വലിയൊരു ദൈവവിളിയാണ്. അത് ഇന്നത്തെ സമൂഹം തിരിച്ചറിയണം. അതാണ് ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ പറയാൻ ശ്രമിക്കുന്നതെന്ന് അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ദൈവവിളിയെ കണ്ടെത്തേണ്ട അങ്ങനെയാണ്. ഏത് മേഖലയിലാണോ നമ്മൾ നിൽക്കുന്നത്, ഏത് മേഖലയിലാണോ നമ്മൾ ഉറച്ചു നിൽക്കുന്നത്, അവിടെ നമ്മുടെ ദൈവവിളിയെ കണ്ടെത്തുക. നല്ലൊരു ടീച്ചറാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിലൂടെ, നന്നായിട്ട് പഠിപ്പിക്കുന്നതിലൂടെ, നല്ല മൂല്യബോധം പകർന്നു കൊടുക്കുന്നതിലൂടെ അവരുടെ ദൈവവിളിയെ തിരിച്ചറിയുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ദൈവവിളിയെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അത് ഒരുപക്ഷെ ഇപ്പം നിൽക്കുന്ന മേഖലയിൽ നിന്നിട്ടാകാം, ഇല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ ദൈവം നമ്മെ എത്തിക്കുന്നത്, അവിടെ നിന്നിട്ട് ഞാനൊരു മനുഷ്യനെന്ന നിലയിൽ എൻ്റെ ദൈവവിളി എന്താണ് എന്ന് വ്യക്തമായിട്ട് നമുക്കൊരു അവബോധം ഉണ്ടാവണം. എന്നാലേ നമുക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റും.